ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ദിവസം ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിച്ച ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നത് നമ്മളുടെ ആവശ്യങ്ങളുടെ കൂമ്പാരവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്നത്. ദൈവമേ, എൻ്റെ രോഗം സൗഖ്യമാക്കി തരണമേ, വാതിൽ തുറക്കണമേ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തരണമേ എന്നുള്ള ആവശ്യങ്ങളുടെ കൂമ്പാരവുമായിട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. പക്ഷേ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നോട് നിനക്ക് ചെയ്ത നന്മകൾക്ക് നന്ദിയുള്ളവരായിരുന്നിട്ടുണ്ടോ? എന്തെല്ലാം നന്മകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ആർ വി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്? ഇത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. മനുഷ്യരായ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും വി ആർ എക്സ്പെക്റ്റിംഗ് താങ്ക്സ് ഫ്രം ദം. അപ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്, ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. നന്ദി പറയുന്നത് ഒരു ശീലമല്ല, അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ദൈവസന്നിധിയിലുള്ള നന്ദി എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ നിന്നും ചില ഭക്തന്മാരുടെ കാര്യങ്ങൾ ഇവിടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് ഇയ്യോബിനെ പറ്റിയാണ്. കഷ്ടതയുടെ കൊടുംചൂളയിലായിരുന്ന സാഹചര്യങ്ങളിലും ഒരു കംപ്ലൈൻറ്റ് പോലും പറയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഇയ്യോബ് 1:21 ഇങ്ങനെ കാണുന്നു: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ കഷ്ടത ഓർക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അവൻ്റെ ജീവിതം മൊത്തം മാറിമറിഞ്ഞ സാഹചര്യമാണ്. സമ്പത്തെല്ലാം പോയി, മക്കൾ നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യം പോലും നഷ്ടമായി തീർന്നു. എന്നാൽ അവൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രമല്ല തിന്മ കൂടി അനുഭവിക്കണം. അത് പറയുവാൻ അവനെ പ്രാപ്തനാക്കി തീർത്തത് ഉയരത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ നോക്കിയത് കൊണ്ടാണ്. സ്വർഗീയ ദർശനം അവൻ കാണുവാനിടയായി തീർന്നത് കൊണ്ടാണ്. യോബ് പറയുന്നു, ഈ ഭൂമിയിൽ എനിക്ക് എന്തെല്ലാം നഷ്ടമായി തീർന്നാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. അത് പറയുവാൻ അവനെ പ്രേരിപ്പിച്ചത് എപ്പോഴും ഉയരത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ദർശിച്ചു. അതാണ് അവൻ അത് പറയുവാനായി ഇടയായി തീർന്നത്. അതുപോലെ തന്നെ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലുള്ളതൊക്കെയും ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, നഷ്ടത്തിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നവനെ ശത്രുവിന് തോൽപ്പിക്കാൻ കഴിയുകയില്ല. സങ്കീർത്തനങ്ങൾ മൊത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതുമാണ് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 3/4 പങ്കും എഴുതിയത് ദാവീദിൻ്റെയാണ് 3/4 സങ്കീർത്തനങ്ങളും. ദാവീദിനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒളിച്ചോടി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കൾ പിന്നാലെ, ഭയം ചുറ്റും. എന്നാലും അവൻ പറഞ്ഞു, യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സ്ഥിതി മാറിയതിനാലല്ല ദാവീദ് സ്തോത്രം പറഞ്ഞതുകൊണ്ട് അവൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി. അവൻ്റെ സ്ഥിതികൾ മാറിയപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും അവൻ മറന്നില്ല. എന്നാൽ നമ്മൾ ഇസ്രായേൽ മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ പല അത്ഭുതങ്ങളും അവരുടെ കണ്ണിന് മുമ്പിൽ നടന്നു. പല അത്ഭുത പ്രവർത്തികൾക്കും അവർ വിറ്റ്നസ്സായി തീർന്നിട്ടും അവർ ദൈവത്തോട് പിറുപിറുത്തും. പാറയെ പിളർന്ന് വെള്ളം കുടിച്ചു. സ്വർഗീയ ഭോജനം കഴിച്ചവർ, കടല് വിഭാഗിച്ച് അതിൽ കൂടി നടന്നവർ, അവർ പിറുപിറുത്തത് കൊണ്ട് അവർക്ക് വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ സാധിച്ചില്ല. പരാതികൾ വിശ്വാസത്തെ ദുർബലമാക്കും. നന്ദി അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കും. ഇന്നു മുതൽ പരാതികൾ കുറയട്ടെ. നമ്മുടെ നാവിൽ നിന്നും നന്ദിയുടെ സ്തോത്രസ്വരങ്ങൾ ഉയരട്ടെ. സങ്കീർത്തനം 103:1 ഇങ്ങനെ പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ്റെ ഉപകാരങ്ങൾ മറക്കാത്തവരായി നമുക്ക് ജീവിക്കാം. എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് യഹോവയോട് കാണിക്കുന്നവരായി തീരാം. വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കി ഓടാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്കായി തീരാം. ഈ വചനം ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ശക്തിയരുൾക നാഥനേ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനേ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. God bless you all.